പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്ന് അവധിയായതിൻ്റെ പേരിൽ പിള്ളേരെല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സിനാനിക്ക് മദർസ ഉണ്ടായില്ല, ഉസ്താദ് നാട്ടിൽ പോയൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചായയുടെ കടികളൊക്കെ ഉണ്ടാക്കാൻ പോണ്. ഫർഹാൻ അവിടെ ഉണ്ട്, യാത്ര അവിടെ. യാസി കുളിക്കണം, അവനിക്ക് മദർസ ഉണ്ട്. അവനിക്ക് 9 മണിക്ക് പരീക്ഷ ഉണ്ട് കേട്ടോ. 9 മണിക്ക് പരീക്ഷ, മദർസയിൽ പരീക്ഷ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവൻ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ യാസി, ഇന്ന് പരീക്ഷ അല്ലേ മദർസയിൽ? ഏതാണ് വിഷയം ഇന്ന് പരീക്ഷ? തജ്വീദ്. പഠിച്ചാ? ഞങ്ങളുടെ വീട്ടിലെ കടല വേവണ ഏതാണ്ട മറ്റേ കുക്കർ വിസിലടിക്കണ ഒച്ചനൊക്കെ കേൾക്കണ. സിനാനെ, ഞാൻ ഫോൺ എടുത്ത് വെച്ചേ. എന്തുട്ട ഫോണിൽ? ഏത് ഗെയിം? മൈൻക്രാഫ്റ്റാ? ആ ശരി. പറയാനേ പല്ലൊക്കെ തേച്ചാ? അപ്പം നമുക്ക് കട്ടൻ ചായ വേണ്ടട്ട. കട്ടൻ ചായ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ എത്തിയിട്ടുണ്ട്. നൗഫി കട്ടൻ ചായ കൊണ്ട് വന്നിട്ടുണ്ട്. എടി ഉമ്മാർക്കില്ലടി? ആ അപ്പൊ യാസി, നിന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളുടെ ദഫിലൊക്കെ ആരൊക്കെ? ദഫിൽ ആരൊക്കെ ഉണ്ട്? അഹമ്മദ്. ഇവരൊരു കുറച്ച് ഗ്യാങ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. അങ്ങനെ കളിക്കാനായിട്ട് പിള്ളേര് ഇങ്ങനെ ഇപ്പൊ ദഫ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നബിദിനം വരെയുള്ള. അപ്പൊ അതിന് ദഫ് കളിക്കാനായിട്ട് ഒരു ദഫിന്റെ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവര് ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടാണ് നടക്കണത്. പിന്നെ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നല്ലോ രാത്രി. ഇന്നലെ ഞങ്ങൾ ഈ മുകളിലാണ് താമസിക്കണ. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരുന്നു. കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര 2 ഫാൻ ഇറങ്ങിയിട്ട് പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര വീർത്ത് ഇടങ്ങാറായിരുന്നു. പിന്നെ സൈനാപ്പി അണിച്ചിട്ടില്ല കേട്ടോ. ആള് ഇപ്പൊ രാവിലെയാണ് പാകത്തിനൊന്ന് കിടന്ന് ഉറങ്ങണം. അത്രയും നേരം അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അവൻ വെറുതെ കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കട്ടൻ ചായ കുടിക്കണ ഇതാണ് കേട്ടാ. ഫറാനെ, എന്തുട്ടാ പേപ്പറാണിത്? എന്ത് പേപ്പർ? ടിഷ്യൂവാ? ടിഷ്യൂ മോനെ കീറല്ലേ? അത് കീറികളല്ലേ? കീറികളല്ലേ കേട്ടാ. ഞങ്ങൾക്ക് പുട്ടൊക്കെ ആവണുള്ളൂ കേട്ടാ. ഇവന്മാർക്ക് എല്ലാവർക്കും ചുമയും ഇതൊക്കെയാണ്. ഇപ്പൊ സൈനാപ്പിനെ കൊണ്ടുപോയി കാണിച്ച് വന്നിട്ടുള്ളൂ. സൈനാപ്പി ഒന്ന് ക്ലിയറായി വരണുള്ളൂ. അപ്പോഴത്തേക്കും ഫർഹാനിക്കും സിനാനിക്കൊക്കെ ചുമയാണ്. ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരും. 4 പേർക്കും ഒരുമിച്ച് വരും. അതാണ് വിഷയം തന്നെ. ഞാനിപ്പോൾ കടയിൽ ഒന്ന് പോകണം. വാപ്പയുടെ കട വരെ പോകണം. ഇവിടെ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിക്കണം. വാപ്പ കട തുറന്നിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ പോയി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. എടി വേറെ ഒന്നും ഇല്ലാത്തതില്ലല്ലോ? വെളിച്ചെണ്ണ വല്ല ഇല്ലാത്തുള്ളൂ? അതിന് നിങ്ങൾ തന്നെ എന്തിനാ? യാസി ചായ പിടിച്ചാ മദ്രസ പോവാൻ? എത്ര മണിക്കാണ് മദ്രസ? സമയത്തിനായി 8:00 അതിപ്പോ പോണ്ട. 9. അത് വേണ്ട, ഇപ്പൊ അവിടെ നിന്നോ. അപ്പൊ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവാട്ടാ. പോയിട്ട് പറ്റാ. അപ്പൊ നമ്മുടെ ഓട്ടോറിക്ഷ അവന്മാര് കർട്ടൻ അയക്കണതാണ് കേട്ടോ വണ്ടിയുടെ. എടാ ഇത് അയക്കണം മൊത്തത്തിലേക്ക്. എന്നിട്ട് ബാക്കിലോട്ട് വെച്ചേക്കട സിനാനെ. പറയാനെ, നീ എന്തിനാ പോന്നെ? നീ എന്തിനാ പോന്നെ? അപ്പോൾ നമ്മൾ വാപ്പാടെ കട എത്തിയിട്ടുണ്ട്. കടയിൽ സാധനം വാങ്ങിക്കാൻ ആളുണ്ട്. അപ്പോൾ അവരാണ്ട് പോയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് ഓർത്തേക്കാൻ കേട്ടോ. അവന്മാർ വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഒക്കെ പോന്നേക്കാണ്. അവന്മാർ ചെന്ന് കടയിലോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ. ആ അത് മറ്റേത് തീർന്നു. 2 ഉണ്ടായില്ല. അത് ഒരെണ്ണം ഞാൻ വീട്ടിലേക്ക് കൊണ്ട്
ശരി വിറ്റില്ല. അത് ഇപ്പൊ 90 കിട്ടിയാ മതി, ഒന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ 2 സോപ്പൊടി നിൽക്കും, 2 സോപ്പൊടി കഴിഞ്ഞാ ഒട്ട സോപ്പൊടി ഒക്കെ തീർക്കും. അപ്പൊ കഴിഞ്ഞ ആഴ്ച പോയിട്ട് മേടിച്ചില്ലേ? മേടിച്ചില്ല, അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. 400 മാർക്കറ്റിൽ പോയാൽ പറ്റില്ല. അപ്പം ചെറിയൊരു കടയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ തീർന്ന് പിന്നെ ഒരാഴ്ചയൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ പോകണം. പഞ്ചസാര വേണ്ട, പഞ്ചസാര ഞാൻ മിനിയാന്ന് മേടിച്ചുകൊണ്ട് പോയതല്ലേ, അത് തീർന്നിട്ടില്ലല്ലോ. പിന്നെ സോപ്പ് പൊടിയാണ് പറഞ്ഞു വിട്ടായിരുന്ന. ഇല്ല, പരിപ്പിരിപ്പുണ്ട്. നമ്മൾ 90 രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ച് വാപ്പാടെ കയ്യിൽ നിന്ന് അവന്മാർ 15 രൂപയുടെ മിഠായി മേടിച്ച്. അപ്പോൾ ഇത് എന്ത് ലാഭമുണ്ട്? എടാ മിഠായി എന്തിനാ നിങ്ങൾ മേടിച്ചേ? എന്നാ ആ മിഠായിയുടെ പൈസ എടുത്തോ, അത് വെച്ചോ. അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ അതും തൊട്ടിനാ പിന്നെ ഈ പാടായിട്ട് ഇവിടെ വന്നിരിക്കണേ. അത് നോക്കണ്ട, അത് എടുത്തോ. എല്ലാവരും എടുക്കണ്ട. അത് വേണ്ടായിരുന്നത് ഫുള്ളടിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ എന്നാ. ശരിയെന്നാ. അപ്പം ഞങ്ങൾ വെളിച്ചെണ്ണയുമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ ഇവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നു, അയാൻ്റെ. അപ്പം ആരൊക്കെയോ ഇവരുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് കേട്ടാ. ആരാണാവോ? ഡേ അതെ, തൊപ്പിക്കാരന്മാർ അയാൻ അഹമ്മദ്. അയാനും അഹമ്മദും കണ്ടാ നമ്മുടെ വീട്ടിലെത്തിയേക്കണ. മദർസ എപ്പോഴാ? 8:30 9 മണിക്കാണോ? ആ ഓക്കെ, പരീക്ഷയാണ്. ആ ശരി ശരി. എന്താക്കി അടുക്കളയിലെ പരിപാടി വിശേഷങ്ങള്? വെളിച്ചെണ്ണ എന്തിനാ? അപ്പൊ പുട്ട് അടുപ്പത്തിരിക്കണ്ട കേട്ടാ. ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, യൂട്യൂബിലുണ്ട് ഇതിന്റെ വീഡിയോ. ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ അരിപ്പൊടിയാണ് കേട്ടോ, പൊൻകതിര്. അത് മറ്റേ സൊസൈറ്റിയിലെ വാർഷിക പൊതുയോഗത്തിന്റെ എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ. അപ്പൊ അതാണ്. പിന്നെ കടല ഇതാണ് കാണുന്നത്, മറ്റേ പതച്ചു പോകുന്നു ഗ്യാസിന്മേന്ന്. അപ്പൊ അങ്ങനെ ഇവന്മാര് മദർസ പോവേണ്ട. എടാ മദർസയിലോട്ട് പോയല്ലേ? പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതണം കേട്ടോ. റോട്ടിൽ നോക്കി പോണോട്ടോ, വണ്ടിയിൽ വരും കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഷെനാബി. അല്ല ഫുള്ള് ദേഷ്യത്തിലല്ല. അയ്യോ കാക്കമാര് മദർസയിൽ പോയതാണ്. ആ ഉറക്കത്തിൽ നിന്ന് എണിച്ചു വന്നതിന്റെ വാശിയിലാണ് സേനാപ്പി. സേനാപ്പിയെ ഇത് നോക്കിയേ, ഇതേ പിള്ളേരെ ചോദിക്കണ്. ബാ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ദേഷ്യത്തിലാണ് ആള്, ദേഷ്യക്കാരനാ സേനാപ്പി. ഇനി ഒന്ന് ഉഷാറാവണം, ഒന്ന് ക്ലിയർ ആയാലാണ് ആൾ ഉഷാറാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്, പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിച്ചിട്ട് ആണ് ഞാൻ പോവാണ്. ഓട്ടം ഉണ്ട് എനിക്ക്. അപ്പോൾ ഓക്കെ. സൈനാപ്പി ആ മിഠായി കാണിച്ചേ, മിഠായി കാണിച്ചേ. എന്തോട്ടാ പറുക്കാക്ക് ഉണ്ടാക്കണം നോക്കണം തൊട്ടാ. വാപ്പി എടുത്തോട്ടെ സൈനാപ്പി, വാപ്പി എടുത്തോട്ടെ. സൈനാപ്പി സൈനാപ്പി മിഠായി പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണ്ട, എത്ര നേരം പോസ്റ്റ് ഇട്ട് കൊണ്ട്. സൈനാപ്പി വേണ്ട, എനിക്കറിയാം പൊട്ടിക്കാൻ, ഞാൻ പൊട്ടിച്ചോളാം കേട്ടോ. പുളണ്ടിക്കല്ലേ എന്നാ, എന്നാ പറു പൊട്ടിച്ചോടുക്ക്. എന്നാ പറുക്കാക്ക് പൊട്ടിച്ചു തരും കേട്ടാ. അപ്പൊ അവരത് പൊട്ടിക്കാൻ വേണ്ടി കത്തിയെടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയിട്ടോ. പറയാനേ കത്രയോണ്ട് നോക്കട്ടാ. പിള്ളേരെ മിഠായി പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് കത്രയും കൊണ്ട് കട്ടിക്കാണ്. സനാപ്പിയെ മിഠായി വാങ്ങിച്ചോ. അപ്പൊ നമ്മുടെ ചായ എത്തണ്ട്, ചായ കുടിക്കാനുള്ള സമയമായി. ഇതേ പിള്ളേരെ മിഠായി ഒന്ന് മേടിച്ച് പൊട്ടിച്ചു കൊടുത്തേ. പൊട്ടിച്ചാ സിനാനെ?
ആ സാധനം മൊബൈൽ എടുത്ത് വെച്ച് ചായ കുടിക്കാനുള്ള പരിപാടി ഒക്കെ അങ്ങോട്ടാ, ഞാൻ പൊട്ടിച്ചോളാം അത്. ഇങ്ങോട്ടാ പിന്നെ എന്നിട്ട് കണ്ട് വലിച്ച് ഇതാക്കിയടാ, കയറിയടാ. മിഠായി ആർക്കും ഉണ്ടാവില്ലടാ. എന്തോ മിഠായിക്ക് വേണ്ടിയിട്ട് പിള്ള ശരിയാ. ശനാപ്പി മിഠായി ഓട്ടെ. ഹായ് പാപ്പിക്ക് തരോ? തരോ? കൊണ്ടുവന്നേ. ആ പറോ പറോ ശനാപ്പിയെ പാപ്പിക്കാ തരോ? ഇല്ല. അപ്പൊ ചായ കുടിക്കാം. ശനാപ്പി ചായ കുടിക്കാനാ? എന്തുട്ടത്? മാമ തിന്നേ തിന്നേ തിന്ന്. നീ നോക്കി ഇങ്ങട് തിന്ന്. കടലെവിടെ? എവിടെ കടല? കടലയും കൂട്ടി തിന്നേ. തിന്നേ. ശനാപ്പി കക തിന്നോളൂ, പുള്ള വാരി തിന്നേ. ഇത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുകളിലെ ബാൽക്കണിയാണ് കേട്ടോ. ഇത് മെയിൻ റോഡാണ്, നമ്മുടെ കാലടി ആലുവ റോഡാണിത്. ഞങ്ങളുടെ ജംഗ്ഷനാണത്. കുറച്ച് കാര്യങ്ങളൊക്കെ ജംഗ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ രാവിലത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.